ഇന്ന് ഞാൻ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഹീസ് 4 ബൈ ദ വേ, ഓൾമോസ്റ്റ് 4. പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ എന്നെ വളരെ കാര്യമായിട്ട് വിളിച്ച് ഇങ്ങോട്ട് വരും മാം, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് ചെന്നു. എന്തോ വലിയ കാര്യമായിട്ട് പറയാനുള്ളതാണല്ലോ. മാം, ഇന്ന് ഹേഗനും വേറൊരു ഫ്രണ്ടും കൂടെ ടോയ്ലറ്റ് ബൗളിനുള്ളിൽ കൈയിട്ടു. അപ്പം ഞാൻ എന്തോന്ന്, അപ്പോൾ അവർ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ടോയ്ലറ്റ് ബൗളിനുള്ളിൽ കൈയിട്ടു. ഞാൻ ചോദിച്ചു എന്തിന്. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ടോയ്ലറ്റ് ക്ലീൻ അല്ലാത്തതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ സൾഫ്യൂരിക് ആസിഡ് മൂക്കണോ ഹാർപ്പിക് ഇട്ട് കൈ കഴുകണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവരിതിൽ അതിനകത്ത് പോയി അത്യാവശ്യമായിട്ട് കൈയിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ കാറിൽ കയറിയപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു, ചിത്തു നീ എന്തിനാണ് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടത്? അപ്പോൾ അവൻ ആദ്യം പറഞ്ഞില്ല, മിണ്ടാണ്ടിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ സ്നേഹം കൂട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവസാനം പറഞ്ഞു, അവൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റിക്കർ വാഷ്റൂം പോകുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് അതിനകത്തേക്ക് ചാടിപ്പോയി. അപ്പോൾ വേറെ ഏതൊരു കുട്ടി അറിയാണ്ട് വന്ന് ഫ്ലഷ് ചെയ്തപ്പോൾ ആ സ്റ്റിക്കർ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ഈ പറയുന്ന കുട്ടി വന്ന് ചിത്തുൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ സ്റ്റിക്കർ ഉള്ളിൽ ഫ്ലഷ് ആയിപ്പോയി, അവന് സങ്കടമായി. അപ്പോൾ ആ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുത്രൻ പോയിട്ട് ടോയ്ലറ്റ് ബൗളിനുള്ളിൽ കൈയിട്ടു. ഈ സിനിമയിലൊക്കെ കാണുന്ന ഈ ഓരോ കൂട്ടുകാരില്ലേ, എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ, എനിക്കിപ്പോൾ മനസ്സിലായി ആ കൂട്ടുകാരനായിരിക്കും എൻ്റെ പുത്രൻ. ഭാവിയിൽ എവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ടോയ്ലറ്റ് ബൗളിനുള്ളിൽ കൈയിട്ടത്.